കൊല്ലം കോർപ്പറേഷനിലെ ചരിത്രം മാറ്റിക്കൊണ്ട് ആദ്യമായി ഒരു UDF മേയർ വന്നിരിക്കുന്നു. കോൺഗ്രസിൽ നിന്നുള്ള INTUCന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള AK ഹഫീസ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ റൗണ്ടിലെ വോട്ടെടുപ്പിൽ 28 വോട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാം റൗണ്ടിൽ അത് LDF UDF തമ്മിലുള്ള അതേ സ്ഥാനാർത്ഥികൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ BJP അംഗങ്ങളും ഒപ്പം തന്നെ SDP-യുടെ ഒരംഗവും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. കക്ഷി ഇങ്ങനെയാണ് വോട്ട് ലഭിച്ചിരിക്കുന്നത്. അവസാന റൗണ്ടിൽ AK ഹഫീസിന് 27 വോട്ട്, അതായത് UDF അംഗങ്ങളുടെ മുഴുവൻ വോട്ടും AK ഹഫീസിനും ഒപ്പം തന്നെ LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച PJ രാജേന്ദ്രന് 16 വോട്ടും ലഭിക്കുകയുണ്ടായി. അത്യാവശ്യ ഘട്ടങ്ങളിൽ UDF-നെ പിന്തുണയ്ക്കുമെന്നുള്ളൊരു ഉറപ്പായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയെന്നുള്ളതാണ് ചില നേതാക്കൾ SDP നേതാക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ UDF-നെ പിന്തുണയ്ക്കുകയും അത്തരത്തിൽ 28 അംഗങ്ങളുടെ ഒരു പിന്തുണ ഹഫീസിന് ലഭിക്കുകയും ചെയ്തത്. രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അത്തരത്തിൽ ഒരു പിന്തുണയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. എന്തായാലും കൊല്ലം കോർപ്പറേഷനിലെ ഈ 25 വർഷത്തെ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് UDF-ൽ നിന്നുള്ള AK ഹഫീസ് മേയറായിരിക്കുന്നു. തുടർ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിച്ചോ ലിജോ? അധികം തുടർ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഈ വോട്ടെടുപ്പ് AK ഹഫീസിനെ അനുമോദിക്കുകയും അതായത് വോട്ടെണ്ണി എത്ര വോട്ട് എന്നുള്ള പറഞ്ഞതോടുകൂടെ തന്നെ അത് വലിയൊരു ആഘോഷമാക്കി മാറ്റിയുണ്ടായി. രാവിലെ തന്നെ ഈ കോർപ്പറേഷന് തൊട്ട് മുന്നിലായി പായസം വിതരണത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ UDF പ്രവർത്തകരൊക്കെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിനും ശേഷം 4 മണിക്കാണ് കൊല്ലം ടൗൺ ഹാളിൽ പൗര സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. AK ഹഫീസിനും തുറന്നുള്ള കൗൺസിലർമാർക്കും. അതിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും മറ്റ് മത അധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവരും പങ്കെടുക്കും. അമൃത, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കോർപ്പറേഷനിലെ ആദ്യ UDF മേയർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തെങ്കിലും ഇതിനോടകം വന്നിട്ടുണ്ടോ ലിജോ? അവിടെ ഈ അനുമോദനം കാര്യങ്ങളുമൊക്കെയാണ്. അതായത് വലിയൊരു ആഘോഷമാക്കി തന്നെ മാറ്റുകയായിരുന്നു. ഒരു കാരണവശാലും തകരില്ല എന്ന് പറഞ്ഞിരുന്നതായിരുന്നു ഈ ഇടതുപക്ഷത്തിലെ കൊല്ലം. പക്ഷെ അത് മാറ്റിക്കുറിച്ചുകൊണ്ട് ഒരു മേയർ വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷം തന്നെയാണ് ആക്കിയിരിക്കുന്നത്. UDF-ഉം DCC-യും ഒക്കെ അതിന് വലിയ രീതിയിലുള്ള മേൽനോട്ടം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ AK ഹഫീസിന്റെ പ്രതികരണവും ലഭിക്കും.